ഹലോ, അപ്പോൾ ഇനി നമുക്ക് LKGത്തെ ടേം 3 ബുക്കിൽ മലയാളം പഠിക്കാം. മലയാളത്തിൽ കാ വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ആദ്യം കാ വെച്ചിട്ട് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം. കാ വെച്ചിട്ട് കലമുണ്ട്, കളിയുണ്ട്, കട്ടിലുണ്ട്, കണ്ണുണ്ട്. അപ്പോൾ ആദ്യത്തെയാണ് കലം, രണ്ടാമത്തെ കളി നമ്മൾ കളിക്കില്ലേ അതിന് കളി. പിന്നെ മൂന്നാമത്തേതാണ് കട്ടിൽ നമ്മൾ കിടക്കണ കട്ടിലില്ലേ അതാണ് ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് വരുന്നത് കണ്ണ്. അപ്പം നമ്മൾ കണ്ണ് നമ്മൾ എന്തുകൊണ്ടാണ് കാണുക? കണ്ണുകൊണ്ടാണ് കാണുക. ആ കണ്ണാണ് ഇവിടെ എഴുതുക. അപ്പോൾ അത് വെച്ച് നമുക്കൊരു കവിത പഠിക്കാം. കട്ടിലിനുണ്ടേ കാലുകൾ 4, കണ്ണുകളുണ്ടേ മൂക്ക് 2, നമുക്ക് 2, കലത്തിനുണ്ടേ വലിയൊരു വായ, കളികളുണ്ടേ പലതരം ഇവിടെ. അപ്പോൾ നല്ല കവിതയല്ലേ? അപ്പോൾ ഇനി നമുക്ക് കാ എങ്ങനെ എഴുതാമെന്ന് പഠിക്കാം. അപ്പോൾ ഈ ഡോട്ടിൽ കൂടെ ഞാനിതാ ഇങ്ങനെ കാന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ടെക്സ്റ്റിൽ ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ഇല്ല, പക്ഷേ അത് നോട്ടിൽ ഇതുപോലെ വരച്ചിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ എഴുതാം. അപ്പോൾ ഞാനിതാ ഇങ്ങനെ ഇനി നമുക്ക് വൈറ്റ് കൊണ്ട് വരയ്ക്കാം. മീൻസ് ഷഹൽ എന്നാണ് കേട്ടോ സ്റ്റുഡൻറ്റിൻ്റെ പേര്. അപ്പോൾ ആദ്യം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ നീളത്തിലൊരു വട്ടം വരയ്ക്കുക. എന്നിട്ട് ഇവിടെ ഒരു സി ഇടുക. ഈ സീൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഒരു വര വരയ്ക്കുക. എന്നിട്ടൊരു 7 ഇടുക. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഡോട്ടിൽ കൂടെ വരയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സിമ്പിളായി എഴുതാം. അപ്പോൾ ഇത് 5 വട്ടം എഴുതി വേറെ ജസ്റ്റ് ഇത് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇങ്ങനൊരു വട്ടം വരയ്ക്കുക. നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പിൽ വട്ടം വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നിന്ന് അടിയിൽ നിന്ന് സി ഇടുക. അല്ലെങ്കിൽ മുകളിൽ നിന്ന് സി എടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഈ സീൻ്റെ മുകളിലത്തെ അറ്റത്തുനിന്ന് ഇങ്ങനെ ഒരു വര വരയ്ക്കാം. എന്നിട്ട് അറ്റത്തുനിന്ന് ഒരു 7 അല്ലെങ്കിൽ ഒരു സിയോ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് കായിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഏതിനെ കുറിച്ച് പഠിക്കാം? ഘാന്ന് പഠിക്കാം. നഖം, മുഖം എന്നൊക്കെയുള്ള ഘാനെ കുറിച്ച് പഠിക്കാം. ഹനുമാൻ്റെ ഗദ എന്നുള്ള ഗാ വേറെയും, നഖം നിലത്തെ ഗാ വേറെ, മേഘം നിലത്തെ ഗാ വേറെ. ഇത് 3 വെവ്വേറെ ഘായാണ്. അപ്പോൾ ഇനി ആദ്യം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ആദ്യം കാ ഒന്നും കൂടിയും കാണിച്ചു തരാം. ആദ്യം ഞാൻ ഇങ്ങനെ ഒരു വട്ടം വരച്ച്, അതിനുശേഷം ഇപ്പോഴത്തെ ഒരു സി പോലെ ഇട്ട്, അതിന് ശേഷം ഒരു വര ഇട്ട്, അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ ഒരു 7 ഇട്ട്. ഇനി നമുക്ക് ഘാ എങ്ങനെ എഴുതാൻ നോക്കാം. ഘാ എഴുതുന്നത് ആദ്യമില്ലേ മനസ്സിലാ? നോക്കോ ഷഹലെ നോക്ക് ഷഹലെ. ആദ്യമില്ലേ ഇങ്ങനെ ഒരു വട്ടം വരയ്ക്കുക, ഇങ്ങനെ എഴുതുക. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇടുക. ഇങ്ങനെയാണ് ഘാ എഴുതുക. അപ്പോൾ ബാക്കി പറഞ്ഞിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ.